ഓട്ടോസ്പാർക്കിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ വാഹനങ്ങളുടെ റിവ്യൂസ്, ഡ്രൈവിംഗ് ടെക്നിക്സ് തുടങ്ങിയ വീഡിയോസ് ആണ് ഞങ്ങൾ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് എഞ്ചിൻ സിസി? 1 ലിറ്റർ എഞ്ചിൻ, 1.2 ലിറ്റർ എഞ്ചിൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഇതൊക്കെ എന്താണെന്ന് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണ് എഞ്ചിൻ സിസി? ചുരുക്കി പറഞ്ഞാൽ സിലിണ്ടറിൻ്റെ വലുപ്പം. കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകും മുമ്പ് നമുക്ക് എഞ്ചിൻ്റെ ഭാഗങ്ങളൊന്ന് പരിചയപ്പെടാം. ഇതാണ് ഒരു ബൈക്കിൻ്റെ എഞ്ചിൻ. ഏറ്റവും മുകളിൽ കാണുന്നത് സിലിണ്ടറിൻ്റെ ഹെഡ് എന്ന് പറയും. ഈ സെൻറ്റർ ഭാഗമാണ് സിലിണ്ടർ കിറ്റ്. ഈ ഏറ്റവും താഴത്തെ ഭാഗം ക്രാങ്ക് കേസും ഗിയർ ബോക്സും ചേർന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. ഇതാണ് സിലിണ്ടർ കിറ്റ്. ഇതിനെ എന്തുകൊണ്ടാണ് സിലിണ്ടർ കിറ്റ് എന്ന് വിളിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉൾഭാഗം ഒരു പൈപ്പ് പോലെയാണ്. സിലിണ്ടറിൻ്റെ അളവ് പറയുന്നത് ക്യൂബിക് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ ക്യൂബിലാണല്ലോ. ഈ ക്യൂബിക് സെൻറ്റിമീറ്റർ തന്നെയാണ് സിസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ സിലിണ്ടറിൻ്റെ മൊത്തം വോളിയമല്ല ഈ സിസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സിലിണ്ടർ കിറ്റിനകത്ത് ഒരു പിസ്റ്റൺ ഉള്ളതായിട്ട് അറിയാമല്ലോ. ഇതാണ് പിസ്റ്റൺ. പിസ്റ്റനെ താഴെയുള്ള ക്രാങ്ക് ഷാഫ്റ്റുമായി ബന്ധിപ്പിക്കുന്നത് കണക്റ്റിംഗ് റോഡാണ്. ഈ പിസ്റ്റൺ വർക്ക് ചെയ്യുമ്പോൾ മുകളിലേക്കും താഴേക്കുമാണ് ചലിക്കുന്നത്. ഇങ്ങനെ മുകളിലേക്കും താഴേക്കുമുള്ള ചലനത്തെ ക്രാങ്ക് ഷാഫ്റ്റാണ് റൊട്ടേഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ പിസ്റ്റൺ സിലിണ്ടറിനുള്ളിൽ ഏറ്റവും മുകളിൽ ചെന്ന് നിൽക്കുന്ന ഭാഗം മുതൽ താഴെ വരുന്ന സ്ഥലം വരെയുള്ള ഭാഗത്തെയാണ് നമ്മൾ സിസി കണക്കാക്കാനായി ഉപയോഗിക്കുന്നത്. ഇതിനെ സ്വെപ്റ്റ് വോളിയം എന്നാണ് പറയുന്നത്. പിസ്റ്റൺ എത്രത്തോളം ഡിസ്പ്ലേസ് ആകുന്നു എന്നത് മാത്രമാണ് നമ്മളിവിടെ കണക്കിലെടുക്കുന്ന സിലിണ്ടർ വോളിയം. ഒരു സാധാരണ സിലിണ്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കുന്ന പോലെ തന്നെയാണ് സിസിയും കണ്ടുപിടിക്കുന്നത്. അതിന് ഉയരവും ഡയമീറ്ററും മാത്രം അറിഞ്ഞാൽ മതി. നിങ്ങൾ വണ്ടിയുടെ എൻജിൻ സ്പെസിഫിക്കേഷൻസ് കൊടുത്തിരിക്കുന്നിടത്ത് ബോർ എന്നും സ്ട്രോക്ക് എന്നും 2 വേർഡുകൾ കണ്ടിട്ടുണ്ടല്ലോ. സാധാരണ ബോർ എന്നും സ്ട്രോക്ക് എന്നുമാണ് ഇതിനെ പറയുന്നത്. കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ സിലിണ്ടർ ഡയമീറ്ററാണ് ബോർ. അപ്പോൾ സ്ട്രോക്ക് എന്താണെന്നല്ലേ? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പിസ്റ്റൺ സഞ്ചരിക്കുന്ന ദൂരം. അതിൽ പിസ്റ്റൺ സിലിണ്ടറിനകത്ത് ഏറ്റവും മുകളിൽ എവിടെ വരെ സഞ്ചരിക്കുന്നു അതിനെ TDC അഥവാ ടോപ്പ് ഡെഡ് സെൻറ്റർ എന്ന് പറയും. പിസ്റ്റൺ മാക്സിമം എത്ര ദൂരം താഴേക്ക് സഞ്ചരിക്കുന്നോ അതിനെ ബോട്ടം ഡെഡ് സെൻറ്റർ അഥവാ BDC എന്ന് പറയും. πr² ആണല്ലോ സിലിണ്ടർ വോളിയം ഫോർമുല. R എന്നാൽ റേഡിയസ്, ഡയമീറ്ററിൻ്റെ പകുതി. അതായത് ഡയമീറ്ററിൻ്റെ അഥവാ ബോറിൻ്റെ പകുതി. അതിൻ്റെ സ്ക്വയറും സ്ട്രോക്കും പൈയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സിസി. ഈ ബോറിലുണ്ടാകുന്ന ചെറിയ വലിപ്പ വ്യത്യാസം പോലും സിസിയിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇതിപ്പോൾ സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ്റെ കാര്യമാണ് നമ്മൾ നോക്കിയത്. ഇനി മൾട്ടി സിലിണ്ടർ എഞ്ചിൻ ആണെങ്കിൽ ഇങ്ങനെ കിട്ടുന്ന സിസിയെ സിലിണ്ടറിൻ്റെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും ടോട്ടൽ സിസി കിട്ടാൻ. ഇനി വോളിയം ആകുമ്പോൾ നമുക്ക് ലിറ്ററിലും പറയാമല്ലോ. വലിയ എഞ്ചിനുകളുടെ സിസിയാണ് സാധാരണ ലിറ്ററിൽ പറയുന്നത്. 1 ലിറ്റർ എഞ്ചിൻ എന്നാൽ 1000 സിസി, 1.2 ലിറ്റർ എഞ്ചിൻ എന്നാൽ 1200 സിസി. അപ്പോൾ എൻജിൻ സിസി എന്താണെന്നും 1 ലിറ്റർ എൻജിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നും ഒക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.